നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബൈസെക്ടേഴ്സ് അഥവാ സമഭാജികൾ. അതിനായിട്ട് ഞാനിവിടെ ഒരു സമപാർശ്വ ത്രികോണം അഥവാ ഐസോസെലസ് ട്രയാങ്കിൾ എടുത്തു. ഐസോസെലസ് ട്രയാങ്കിൾ എ ബി സി. ഇതിന്റെ എ സി എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്ന വശവും എ സിയും ബി സിയും ഈക്വൽ ആണ്. സമപാർശ്വ ത്രികോണം ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സി ഡി എന്ന് പറയുന്നത് ലംബമാണ് എ ബിക്ക്. ഓക്കെ, സി ഡി എന്ന് പറയുന്നത് എ ബിക്ക് ലംബമാണ്. ഇത്രയും കാര്യങ്ങൾ അറിയാം. രണ്ട് വശങ്ങൾ തുല്യമാണ്. സി ഡി എന്ന് പറയുന്നത് എ ബിക്ക് ലംബമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇതും 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി കോണായിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും അവിടെ. അപ്പൊ നോക്കിയേ, ഇവിടെ 90 ഡിഗ്രി. നോക്കിയേ, ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ വശത്തിനെതിരെയുള്ള ഈ കോണും ഈ വശത്തിനെതിരെയുള്ള ഈ കോണും തുല്യമായിരിക്കും. ഓക്കെ, സി ഡി എന്ന് പറയുന്നത് എ ബിക്ക് ലംബമാണ് അഥവാ പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഈ രണ്ട് ട്രയാങ്കിൾസ് എ ഡി സിയും ബി ഡി സിയുടെയും എല്ലാ വശങ്ങളും എല്ലാ സൈഡ്സും ഈക്വൽ ആണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതിന്റെ അർത്ഥം എ ഡിയും ഈ ട്രയാങ്കിളിന്റെ എ ഡിയും ഈ ട്രയാങ്കിളിന്റെ ബി ഡിയും ഈക്വൽ ആണ്. എല്ലാ വശവും എല്ലാ കോണുകളും ഓൾ സൈഡ്സ് ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പം എ ഡി ഈക്വൽ ബി ഡി ആണ്. ആണല്ലോ, അത് നമുക്ക് നേരത്തെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പൊ നമുക്ക് സി ഡി എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ എ ബിയിലേക്ക് വരച്ചപ്പോൾ എന്തായി മാറി? എ ഡി ഈക്വൽസ് ബി ഡി ആയി മാറി. അതായത് എ ഡിയെയും ബി ഡിയെയും തുല്യമായി ഡിവൈഡ് ചെയ്തു. ആണല്ലോ, അതിന്റെ അർത്ഥം സി ഡി എന്ന് പറയുന്നത് എ ബിക്ക് എന്താണ്? ബൈസെക്ടർ ആണ്. ഓക്കെ, സി ഡി എന്ന് പറയുന്ന ലംബം എ ബിയിൽ വരച്ചപ്പോ എ ഡിയും ബി ഡി എന്ന് പറയുന്നത് രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മാറ്റി. അതിന്റെ അർത്ഥം സി ഡി എന്ന് പറയുന്നത് എ ബിയുടെ ഒരു സമഭാജിയാണ്. അതായത് സി ഡി എന്ന് പറയുന്നത് എ ബിനെ ബൈസെക്ട് ചെയ്യുന്നു, സമഭാഗം ചെയ്യുന്നു. ഓക്കെ, ഇനി കോണുകളും തുല്യമാണ്. നമ്മൾ നേരത്തെ കണ്ട കാര്യം. ഇത് ഇതിനോട് തുല്യം, ഈ കോൺ ഈ കോണിനോട് തുല്യം. എന്താ? അപ്പൊ ഈ കോൺ ഈ കോണിനോട് തുല്യം. ഈ രണ്ട് ആംഗിൾസ് സെയിം ആണ്. അപ്പൊ നോക്കിയേ, സി ഡി എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ആംഗിൾ സി എയും എന്ത് ചെയ്യുന്നു? ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെ? ഭാഗിക്കുന്നുണ്ട്, അതായത് തുല്യമായി ഭാഗിക്കുന്നുണ്ട്. അപ്പം സി ഡി എന്ന് പറയുന്നത് ഈ സൈഡിനും ഈ ആംഗിളിനെയും ബൈസെക്ട് ചെയ്തു. സി ഡി എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ എ ബി എന്ന് പറയുന്ന വശത്തെയും കോൺ സി എയും സമഭാഗം ചെയ്യുന്നു. ഈ ട്രയാങ്കിളില്, ഈ ഐസോസെലസ് ട്രയാങ്കിളില് സി ഡി എന്ന് പറയുന്നത് എ ബിയെ ഈക്വലായിട്ട് മുറിക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പം സി ഡി എന്ന് പറയുന്നത് എ ബിയുടെ ഒരു ബൈസെക്ടർ ആണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ സി എനെ തുല്യ രണ്ട് പാർട്ടായിട്ടാണ് മാറ്റുന്നത്. അതുകൊണ്ട് ആംഗിൾ സി യുടെയും ബൈസെക്ടർ ആണ്. ബൈസെക്ട് തുല്യമായി മുറിക്കുന്നതുകൊണ്ടാണ് ബൈസെക്ട് എന്ന് പറയുന്നത്. അതായത് എ ബി എന്ന വശത്തെ സി ഡി എന്ന ലംബം വരച്ചപ്പോൾ എ ബി രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചു മാറ്റി. അതുകൊണ്ടാണ് നമ്മൾ സി ഡിനെ എ ബിയുടെ സമഭാജി, സമമായി ഭാഗിച്ചു, സമഭാജി എന്ന് പറയുന്നത്. കോൺ സി എയും അത് തുല്യമായിട്ട് മുറിക്കുക ചെയ്തത്. അതുകൊണ്ട് കോൺ സി യുടെയും സമഭാജി എന്നാണ് പറയുന്നത്. ഇത് ഡെഫിനിഷനായിട്ട് ഇങ്ങനെ പറയാം. ഒരു സമപാർശ്വ ത്രികോണത്തിൽ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്ന് എതിർവശത്തേക്കുള്ള ലംബം ഈ മൂലയിലുള്ള കോണിനെയും എതിർവശത്തെയും സമഭാഗം ചെയ്യുന്നു. ഇൻ എനി ഐസോസെലസ് ട്രയാങ്കിൾ, the perpendicular from the point joining equal sides to the opposite side bisect the angle at this point and the side opposite. Page number 29. 29th പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 6.5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയ്ക്ക് ലംബ സമഭാജി വരയ്ക്കുക. 6.5 സെന്റിമീറ്റർ.
ആദ്യം നമ്മൾ സ്കെയിൽ എടുക്കുക. 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. ഓക്കെ, എ ബി എന്ന് അതിന് പേര് കൊടുക്കുക. ഈ എ ബി എന്ന് പറയുന്നത് 6.5 സെന്റിമീറ്റർ ആണ്. ഇതിനാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരയ്ക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഈ വരയുടെ ഒരറ്റത്ത് പോയിന്റ് ചെയ്യുക. പോയിന്റ് ചെയ്തു. അതിനുശേഷം കോമ്പസ് ഇങ്ങനെ നിങ്ങൾ നീട്ടുക. ഏകദേശം ഈ വരയുടെ പകുതിയിൽ കൂടുതൽ, മിഡിൽ പോയിന്റിനെക്കാട്ടിലും കൂടുതൽ പാർട്ട് എടുക്കുക. നോക്ക്, കോമ്പസ് ഇവിടെ വെച്ചിട്ട് പകുതിയിൽ കൂടുതൽ ഓക്കെ എടുത്തല്ലോ. അതിനുശേഷം നിങ്ങൾ മുകളിലോട്ട് ഒരു ചാപം വരയ്ക്കുക അഥവാ ആർക്ക് വരയ്ക്കുക. ഇനി താഴോട്ടും അതേ റൂട്ട് ആർക്ക് വരയ്ക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മുകളിലും താഴെയും ആർക്ക് ചാപം വരയ്ക്കുമ്പോൾ ഈ കോമ്പസ് ഒന്നും മാറാൻ പാടില്ല. ഇനി അതേ അളവ് തന്നെ, കോമ്പസിന് ഒരു മാറ്റവും ഇല്ല, അതേ അളവ് തന്നെ എയിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ വീണ്ടും ഒരു ചാപം അഥവാ ആർക്ക് വരയ്ക്കുക. കണ്ടോ, വരച്ചില്ലേ? ഇപ്പൊ വരച്ചപ്പോ നോക്ക്, രണ്ടിടത്തും ആർക്ക് കൂട്ടിമുട്ടി ജോയിൻ ചെയ്ത പോയിന്റ് കിട്ടിയില്ലേ? ആ ജോയിൻ ചെയ്ത പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുക. ഈ 2 ബിന്ദുക്കൾ നിങ്ങൾ കൂട്ടി യോജിപ്പിക്കുക. ഇതിന് സി എന്നും ഇതിന് ഡി എന്നും പേര് കൊടുക്കുക. ഇപ്പൊ നമ്മൾ വരച്ചത് എ ബി എന്ന് പറയുന്ന 6.5 സെന്റിമീറ്റർ നീളമുള്ള വരയ്ക്ക്, എ ബി എന്ന് പറയുന്ന 6.5 സെന്റിമീറ്റർ നീളമുള്ള വരയ്ക്ക് സി ഡി എന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ, സി ഡി എന്ന ലംബ സമഭാജി വരച്ചു. ഇനി ഇത് ശരിയാണോ നോക്കണ്ടേ? ലംബ സമഭാജി, ലംബം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക, അതായത് കോൺമാപിനി എടുക്കുക. അത് ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ എത്രയാണ് ഇതിന്റെ ആംഗിളിന്റെ അളവ് എന്ന് നോക്കുക. 90 ഡിഗ്രി. അപ്പൊ ലംബമായി. ഇനി സമഭാജിയല്ലേ, സമമായി ഭാഗിക്കുന്ന ബൈസെക്ടർ അല്ലേ, തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യണം ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കണം, എയിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങളിവിടെ ഒ എന്ന് കൊടുത്താൽ നിങ്ങളിവിടെ ഒ എന്ന് കൊടുത്താൽ എയിൽ നിന്ന് ഓയിലോട്ടുള്ള അളവും എയോയും ഒ ബിയും തുല്യമാണോ എന്ന് നോക്കുക. സ്കെയിൽ ഉപയോഗിച്ച് നോക്കിയേ. അപ്പൊ എയോ ഈക്വൽസ് ഒ ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സി ഡി എന്ന് പറയുന്നത് എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജിയാണ്. ഓക്കെ.